നമസ്കാരം. ഗാനസാധന സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. മേളകർത്ത രാഗങ്ങളുടെ ഒരു ആരോഹണം അവരോഹണം അല്ലെങ്കിൽ ആ രാഗം എങ്ങനെയാണ് വായിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ളൊരു ക്ലാസ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിലെ മേളകർത്തയിലെ ആദ്യത്തെ ചക്രം ഇന്ദു ചക്രത്തിലെ അവസാനത്തെ രാഗം താനരൂപിയാണ് നമുക്കിന്ന് പഠിക്കാൻ പോകുന്നത്. ആറാമത്തെ രാഗമാണ് താനരൂപി. ആ രാഗം നമുക്ക് അതിൻ്റെ ആരോഹണം അവരോഹണം അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, അത് എങ്ങനെയാണ് ഹാർമോണിയത്തെ വായിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്നൊന്ന് മനസ്സിലാക്കാം. സ്കെയില് 1 അല്ലെങ്കിൽ സിക്കാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ഈ രാഗത്തിന് താനരൂപി, ഈ രാഗത്തിൻ്റെ ഷഡ്ജം, ശുദ്ധഋഷഭം, ശുദ്ധഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ഷഡ്ശ്രുതി ദൈവതം, കാകളി നിഷാദം, ഷഡ്ജം. ഇതാണ് ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ. അതുപോലെ ഷഡ്ജം, കാകളി നിഷാദം, ഷഡ്ശ്രുതി ദൈവതം. ഈ ഷഡ്ശ്രുതി ദൈവം എന്ന് പറഞ്ഞാൽ കൈശി നിഷാദമാണ്. കൈശി നിഷാദത്തിൻ്റെ സ്ഥാനമാണ് ഈ ഷഡ്ശ്രുതി ദൈവതം. അപ്പം 2 നിഷാദം, പ്രത്യക്ഷത്തിൽ 2 നിഷാദം നമ്മളങ്ങോട്ട് വായിക്കുന്നു, പനീനിസ ഇങ്ങനെ. അപ്പം അത് പക്ഷേ ആ കൈശി നിഷാദത്തെ നമ്മൾ ദായാന്ന് ആയിട്ട് നമ്മൾ പാടുക, പദ പദനിസ അങ്ങനെ. അപ്പം ഷഡ്ജം, കാകളി നിഷാദം, ഷഡ്ശ്രുതി ദൈവതം, പഞ്ചമം, ശുദ്ധമധ്യമം, ശുദ്ധഗാന്ധാരം, ശുദ്ധഋഷഭം, ഷഡ്ജം. ഇതാണ് താനരൂപി എന്ന രാഗത്തിൻ്റെ ആരോഹണ അവരോഹണത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ. സരി ഗ മ പ ദ നി സ രി ദ പ മ ഗ രി സ സരി ഗ മ പ ദ നി സ രി ദ പ മ ഗ രി സ. നാട്ടരാഗത്തിനൊക്കെ നമ്മൾ ഈ ദൈവതാണ് ഉപയോഗിക്കുന്നത്. പദ പദ നി സ നി ദ പ മ ഗ രി സ. അപ്പം നമുക്ക് നോക്കാം. സരി ഗ മ പ ദ നി സ രി ദ പ മ ഗ രി സ നി ദ പ പ ദ നി സ നി ദ പ മ പ മ ഗ രി ആ. സരി ഗ രി സരി ഗ മ പ പ മ ഗ രി സ സരി ഗ രി ഗ മ പ ദ നി സ രി ദ പ മ പ ദ പ മ പ ദ നി സ രി ദ പ മ പ മ ഗ രി സ. ഇതിൽ നമ്മൾ ഈ ദൈവതം നമ്മൾ സൂക്ഷിച്ച് പഠിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ പദ നി സ നി ദ പ മ പ. അപ്പം ആ ദൈവശാലം ദീർഘിച്ചാണ് പാടുന്നത്. പദ കൈശിഷത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ പദ നി സ നി പ നി പദ നി നി പ മ പ നി നി മ പ നി നി പ മ പ നി നി ദ പ മ പ മ പ ദ നി നി പ മ പ മ ദ പ മ പ മ രി ഗ മ പ മ ഗ രി
സ സ നി സ നി ധ പ മ ഗ നി സ രി ഗ രി സ. അപ്പം ഇതിൻ്റെ വരിശകൾ ഇതിൽ ജണ്ട വരിശയും മറ്റേ സരളി വരിശയും ഇങ്ങനെയുള്ള വരിശകളൊക്കെ പാടി ശീലിക്കുവാണെങ്കിൽ നമുക്ക് ആ സ്വരസ്ഥാനങ്ങൾ നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് പഴങ്ങി വരും. അപ്പം നമ്മൾ ആദ്യം പഠിക്കുമ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന വരിശകൾ ഇതിൽ പാടി പഠിക്കുക എന്നുള്ളതാണ് ഈ രാഗത്തെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പ വഴി. കാരണം നമ്മളതിലുള്ള മനോരമ സ്വരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമനുസരിച്ചുള്ള സ്വരങ്ങൾ പാടുമ്പം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും തെറ്റൊക്കെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചിരിക്കുന്ന നമുക്ക് പരിചയമുള്ള സ്വരങ്ങളാണല്ലോ നമ്മൾ സരളി വരിശയും മധ്യസ്ഥ വരിശയും ഇതൊക്കെ. ഈ വരിശകൾ നമ്മൾ അല്ലെങ്കിൽ ജണ്ട വരിശയൊക്കെ പാടുമ്പം പല ആവർത്തി ചെയ്യുമ്പം നമുക്ക് ആ സ്വരസ്ഥാനം ഇങ്ങനെ നന്നായിട്ട് ഉറച്ചു വരും. അപ്പോൾ നിങ്ങൾ ഇതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഹാർമോണിയം ഉണ്ടെങ്കിൽ ഉള്ളവരാണെങ്കിൽ അത് നോക്കുക. അല്ലെങ്കിൽ ഈ സ്വരസ്ഥാനം തന്നെ സ രേ ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ ഇങ്ങനെ പാടി പഠിക്കുക. എന്നിട്ട് അതിൻ്റെ ജണ്ട പരിശീലനം ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്തത് സേനാപതി രാഗമായിട്ട് നേത്ര ചക്രത്തിലെ സേനാപതി രാഗമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ ആ രാഗത്തെ പരിചയപ്പെടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.